ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കോപ്പറേറ്റീവിലോടെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു മോക്ക് ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒരു പേനയും പേപ്പറും ഒക്കെ എടുത്ത് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ പഠിച്ചതിൻ്റെ കണ്ടൻസൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് മാർക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഒഴിവുപോലെ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. 71ാമത്തെ ചോദ്യമാണ് പറയണത് കേട്ടോ. ആഫ്റ്റർ എലക്ഷൻ ടു സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ദ സെക്രട്ടറി ഓഫ് ദ CCU, അതായത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, ഷാൾ പ്രിസർവ് ദ ബാലറ്റ് പേപ്പേഴ്സ് ഫോർ എ പീരിയഡ് ഓഫ് ഓപ്ഷൻ എ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് പോൾ, 2 months ഫ്രം ദ ഡേറ്റ് ഓഫ് പോൾ, 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് പോൾ, 4 months ഫ്രം ദ ഡേറ്റ് ഓഫ് പോൾ. എത്ര നാൾ സൂക്ഷിക്കണം CCUയുടെ സെക്രട്ടറി? അപ്പോൾ ഏതാ ഉത്തരമായിട്ട് വരിക? സി ആണ് ഉത്തരം കേട്ടോ. ഓക്കെ, സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് പോൾ എന്നതാണ് ഉത്തരം. ഓക്കെ, 3 മാസം സൂക്ഷിക്കണം എന്നാണ് പറയണത്. CCUവിൻ്റെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് സെക്രട്ടറി പ്രിസർവ് ചെയ്യേണ്ടത് ബാലറ്റ് പേപ്പേഴ്സ് ആണ് പ്രിസർവ് ചെയ്യേണ്ട കാര്യം പറയണത്. ഓക്കെ, 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡേറ്റ് ഓൺ വിച്ച് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് കേരള കെയിം ഇൻ ടു എക്സിസ്റ്റ്. എന്നാ വന്നത്? 21 November 1970, 21 December 1970, 21 January 1971, 21 October 1970 എന്നാ നിലവിൽ വന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ? ഉത്തരം പറയാം അല്ലേ? 21 November 1970. 21 November 1970 സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നിലവിൽ വരുന്നത്. അടുത്തത്, ഹു ഈസ് കൺസിഡേർഡ് ആസ് ദ ഫ്രഞ്ച് ഫിലോസഫർ ആൻഡ് ഗൈഡ് ഓഫ് ദ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കേരള? ആരാണ് ഫ്രഞ്ച് ഫിലോസഫർ ആൻഡ് ഗൈഡ്? ഇതിന് ഓപ്ഷൻസ് കൂടി ആവശ്യമില്ല അല്ലേ? രജിസ്ട്രാറാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, രജിസ്ട്രാർ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫ്രഞ്ച് ഫിലോസഫർ ആൻഡ് ഗൈഡ് ഓഫ് ദ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കേരള. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂൾ 66 ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത്. റൂൾ 66 ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് ഓപ്ഷൻ എ കണ്ടക്ട് ഓഫ് ഇൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ, ഓപ്ഷൻ ബി ലെവി ഓഫ് ഓഡിറ്റ് ഫീസ്, ഓപ്ഷൻ സി ഓഡിറ്റ്, ഓപ്ഷൻ ഡി റൈറ്റിംഗ് ഓഫ് ബാഡറ്റ്സ്. റൂൾ 66 ഉത്തരമായിട്ട് വരുന്നത് കണ്ടക്ട് ഓഫ് എൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ ആണ് കേട്ടോ. പ്രൊസീജിയർ ഫോർ കണ്ടക്ട് ഓഫ് എൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ എന്നാണ് ഫുള്ള് പറയണത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഓൺ റിസീപ്റ്റ് ഓഫ് റെഫറൻസ് ഓഫ് ഡിസ്പ്യൂട്ട് ഷോൾ പാസ്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് പാസ് ചെയ്യുന്നതിന് എന്ത് പേരാണ് വിളിക്കുക? ഡിഗ്രി എന്നാണോ, അവാർഡ് എന്നാണോ, ഓർഡർ എന്നാണോ, സർചാർജ് എന്നാണോ? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ, അവാർഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ ഡാഷ് ഓഫ് KGS ആക്ട് സ്റ്റേറ്റ്സ് ദാറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ ബി രജിസ്റ്റേർഡ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? 5 ആണോ, 6 ആണോ, 4 ആണോ, 7 ആണോ? ഉത്തരം പറയാം, സെക്ഷൻ 5 ആണ് എന്തു പറയണത്? രജിസ്റ്റർ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ക്യാൻ ബി രജിസ്റ്റേർഡ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി, സെക്ഷൻ 5 കേട്ടോ. അടുത്തത്, ഡാഷ് ഈസ് ദ മന്ത്ലി പബ്ലിക്കേഷൻ ഓഫ് ദ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കേരള. മന്ത്ലി പബ്ലിക്കേഷൻ്റെ പേരെന്താണ്? കേരള കോപ്പറേറ്റീവ് ജേണൽ എന്നാണോ, സഹകരണ വീതി, പരസ്പര സഹായ്, സഹകരണ പ്രബോധിനി? ഉത്തരം പറയാം അല്ലേ? സഹകരണ വീതി എന്നതാണ് ഉത്തരം കേട്ടോ. സഹകരണ വീതിയാണ് നമ്മുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പബ്ലിക്കേഷൻ. വീതി നമ്മൾക്ക് വീതിയിലേക്ക് പോകാൻ ആഗ്രഹിക്കണവരല്ലേ? കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് സഹകരണ വീതി നമുക്കിങ്ങനെ വീതി കാണിച്ചു തരുകയാണ്. ഓക്കെ, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള വീതി എന്ന് ആലോചിച്ചാൽ മതി. വഴി എന്ന് മീൻസ് വീതി. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത്, ദ റെസിഗ്നേഷൻ ലെറ്റർ ഫ്രം എ മെമ്പർ ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ക്യാൻ ബി ആക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ് ബൈ. അതായത് മാനേജിംഗ് കമ്മിറ്റിയിലെ ഒരു മെമ്പറിൽ നിന്നുള്ള രാജിക്കത്ത് ആക്സെപ്റ്റ് ചെയ്യുകയും റിജക്റ്റ് ചെയ്യുന്നതൊക്കെ ആരാണ്? ആക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ് ബൈ. അതിനൊക്കെയുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അധികാരം ആർക്കാണുള്ളത്? പ്രസിഡന്റ്, രജിസ്ട്രാർ, മാനേജിംഗ് കമ്മിറ്റി, ജനറൽ ബോഡി.
ആർക്കാണ് അതൊക്കെ സാധാരണ കൈകാര്യം ചെയ്യുന്നത്? ആരാണ്? പ്രസിഡൻ്റ് ആണ് കേട്ടോ ഉത്തരമായിട്ട് വരിക. ഏതാ വരിക? പ്രസിഡൻ്റ് ആണ് കേട്ടോ. പ്രസിഡൻ്റ് ആണ് അതിനൊക്കെ റെസ്പോൺസിബിൾ പേഴ്സൺ. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഹെൽപ്സ് ടു ഗൈഡ് ദ ഡാഷ് ഓഫ് എ സൊസൈറ്റി. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എന്തിനാണ് സഹായിക്കുന്നത്? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, പ്രോഫിറ്റബിലിറ്റി, ജനറൽ വർക്കിംഗ്, ലിക്വിഡിറ്റി. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കാണ് കേട്ടോ. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. സെക്യൂറിംഗ് ഓഫ് പൊസഷൻ ഓഫ് റെക്കോർഡ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡീൽ വിത്ത് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്. സെക്യൂറിംഗ് ഓഫ് പൊസഷൻ ഓഫ് റെക്കോർഡ്സ് ആണ് പറയണത് കേട്ടോ. സെക്യൂറിംഗ് ഓഫ് പൊസഷൻ ഓഫ് റെക്കോർഡ്സ് ഏത് സെക്ഷനാണ് വരിക? 34 ആണോ 24 ആണോ 40 ആണോ 44 ആണോ വരിക? 34 ആണ് കേട്ടോ. 34 ആണ് സെക്യൂറിംഗ് പൊസഷൻ ഓഫ് റെക്കോർഡ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഷാൾ ബി മെയ്ഡ് ആസ് പെർ സെക്ഷൻ. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഏത് സെക്ഷനിലാണ് ഉൾപ്പെടുന്നത്? ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഏതാ സെക്ഷൻ? 58 ആണോ 56 ആണോ 57 ആണോ 55 ആണോ? കിട്ടിക്കാണോ അല്ലേ? 81 56 ആണ് കേട്ടോ. 56-ാമത്തെയാണ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, അടുത്തത് 28AB ആണ്. സെക്ഷൻ 28AB എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എലക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്, സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ അടുത്തടുത്തുള്ളതാണ്. അപ്പോൾ നോക്കി ആലോചിച്ച് നമ്മളെപ്പോഴും ഉറപ്പിച്ചെഴുതുക. ഓക്കെ, 28AB എലക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ആണ് കേട്ടോ. 28AB. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് എ സെൻട്രൽ സൊസൈറ്റി ഷോൾ യൂട്ടിലൈസ് ദ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഫോർ ദ പർപ്പസ് ഓഫ്. സെൻട്രൽ സൊസൈറ്റി എന്തിനൊക്കെയാണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് പർച്ചേസിങ് ഷെയർസ് ഇൻ പ്രൈമറി സൊസൈറ്റീസ്. പ്രൈമറി സൊസൈറ്റിയിൽ ഷെയർസ് മേടിക്കാൻ വേണ്ടി ഉപയോഗിക്കും. മേക്കിംഗ് പേയ്മെൻറ്റ്സ് ടു അപ്പെക്സ് സൊസൈറ്റീസ്, പിന്നെ അപ്പെക്സ് സൊസൈറ്റിക്ക് പേയ്മെൻറ്റ് നടത്താനും ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ ഓഫ് ദീസും ഉണ്ട്, നൺ ഓഫ് ദീസും ഉണ്ട്. ഈ രണ്ടും ആണോ അതോ ഇതിലൊന്നും അല്ലേ? ഏതാണ് ഉത്തരമായിട്ട് വരിക? ഏതൊക്കെ പർപ്പസിനാണ് ഉപയോഗിക്കുക? ഓൾ ഓഫ് ദീസ് തന്നെയാണ് ഉത്തരം കേട്ടോ. രണ്ടിനും ഉപയോഗിക്കും. അതായത് ഷെയർസ് പ്രൈമറി സൊസൈറ്റിയിൽ പർച്ചേസ് ചെയ്യാനും അപ്പെക്സ് സൊസൈറ്റിക്ക് പേയ്മെൻറ്റ്സ് നടത്താനും രണ്ടിനും എന്തുപയോഗിക്കും? സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം 84-ാമത്തെ ചോദ്യം. ആൻ അപ്പെക്സ് സൊസൈറ്റി ഷോൾ യൂട്ടിലൈസ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഫോർ ദ പർപ്പസ് ഓഫ്. ഓപ്ഷൻ എ പറയുന്നത് ഡയറക്റ്റ്ലി പർച്ചേസിങ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ഓപ്ഷൻ ബി പറയുന്നത് പ്രൊവൈഡിങ് മണീസ് to central society to enable them to purchase shares in other societies, making payments to the government as provisions of the KCS Act. All of these. അപ്പോൾ ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് all of these ആണ്. കാരണം ഇതിനെല്ലാം ഈ പർപ്പസിനെല്ലാം ഉപയോഗിക്കുന്നു എന്ത്? PSPF കേട്ടോ. അതായത് ഡയറക്റ്റായിട്ട് ഷെയർ പർച്ചേസ് ചെയ്യുന്നു. എവിടുത്തെ? ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റികളുടെ ഷെയർ പർച്ചേസ് ചെയ്യാൻ, മറ്റ് സൊസൈറ്റികളുടെ ഷെയർ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ സൊസൈറ്റിക്ക് ഷെയർ പർച്ചേസ് ചെയ്യാൻ പൈസ കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് പേയ്മെൻറ്റ്സ്, ഗവൺമെൻറ് ആണല്ലോ ഈ ഫണ്ട് തന്നത്, അപ്പോൾ ആ ഗവൺമെൻറ്റിന് തിരിച്ച് പേയ്മെൻറ്റ്. അപ്പോൾ ഇതൊരു സൈക്കിള് പോലെ ഇങ്ങനെ തിരിച്ച് ഫണ്ട് ഗവൺമെൻറ്റിലേക്ക് പോകണു, ഗവൺമെൻറ് വീണ്ടും PSPF ആക്കണു, പിന്നെ അത് SSPF ആക്കണം. അങ്ങനെ ഒരു സൈക്കിള് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷോൾ ബി ഹെൽഡ്. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് എപ്പോഴാണ് ഹെൽഡ് ചെയ്യുക? വിത്തിൻ 1 ഇയർ ആണോ? വിത്തിൻ 6 months ഓഫ് ക്ലോസ് ഓഫ് ദ ഇയർ ആണോ? വിത്തിൻ 6 months ഓഫ് ക്ലോസിംഗ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ആണോ? വിത്തിൻ 3 months ഓൺ ഗെറ്റിംഗ് ദ ഓഡിറ്റ് റിപ്പോർട്ട്? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓക്കെ, ഏതാ ഉത്തരമായിട്ട് വരുന്നത്? വിത്തിൻ 6 months ഓഫ് ദ ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ കേട്ടോ. അതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ആനുവൽ ജനറൽ ബോഡിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ ദ അക്കൗണ്ട്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് ബി ഓഡിറ്റഡ് വിത്തിൻ ഡാഷ് ഓഫ് ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. എപ്പോഴാണ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യേണ്ടത്? വിത്തിൻ 6 months ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. വിത്തിൻ 6 months ഓഫ് ദ ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. Within 6 months of the close of financial year, the accounts of a cooperative society should be audited within 6 months of the close of the financial year. Okay. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡാഷ് ഈസ് നെവർ അലൗഡ് എന്നാണ് പറയുന്നത്. മീറ്റിംഗ് ആണോ, പ്രോക്സി ആണോ, ഓഡിറ്റ് ആണോ, വോട്ടിംഗ് ആണോ എലൗ ചെയ്യാത്തത് ഏതാണ്? പ്രോക്സി ആണ് അല്ലേ. ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രോക്സി ഈസ് നെവർ അലൗഡ് എന്നാണ് പറയുക കേട്ടോ. ഇൻ പേഴ്സൺ മാത്രമേ നടക്കുള്ളൂ, പ്രോക്സി നടക്കില്ല. ഓക്കെ. കമ്പനികളിലൊക്കെ പ്രോക്സി അലൗഡ് ആണ്. ദ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവ്. മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ലൈബിലിറ്റി എങ്ങനെയാണ്? ലിമിറ്റഡ് ആണോ, അൺലിമിറ്റഡ് ആണോ, ജോയിന്റ് ആൻഡ് സെവറൽ ആണോ, ജോയിന്റ് ലൈബിലിറ്റി മാത്രമാണോ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഏത് ലൈബിലിറ്റിയാണ്? മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലൈബിലിറ്റി ലിമിറ്റഡ് ലൈബിലിറ്റി ആണ്. മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ലൈബിലിറ്റി എങ്ങനെയാണ്? ലിമിറ്റഡ് ലൈബിലിറ്റി ആണ്. ഓക്കെ. അപ്പെക്സ് സൊസൈറ്റി മീൻസ്, അപ്പെക്സ് സൊസൈറ്റി എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റേറ്റ് ലെവൽ സൊസൈറ്റി ആണോ, ഡിസ്ട്രിക്ട് ലെവൽ സൊസൈറ്റി ആണോ, വില്ലേജ് ലെവൽ സൊസൈറ്റി ആണോ, നാഷണൽ ലെവൽ സൊസൈറ്റി ആണോ? അപ്പെക്സ് സൊസൈറ്റി എന്ന് വെച്ചാൽ ഏത് തരം സൊസൈറ്റി ആണ് എന്നാണ് ചോദ്യം. അപ്പെക്സ് സൊസൈറ്റി എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ലെവൽ സൊസൈറ്റി ആണ്. ഓക്കെ. അപ്പെക്സ് സൊസൈറ്റി മീൻസ് സ്റ്റേറ്റ് ലെവൽ സൊസൈറ്റി എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം വരുന്നത് ദ ബേസിക് പ്രിൻസിപ്പൾസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. ബേസിക് പ്രിൻസിപ്പിൾ ഏതാണ്? 1 share 1 vote ആണോ, 1 member 1 vote ആണോ, പ്രോക്സി വോട്ടാണോ, ഓപ്പൺ വോട്ട്സ് ആണോ? ഏതാണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് വരുന്നത്? 1 member 1 vote ആണ് കേട്ടോ. 1 member 1 vote ആണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്ര കുറച്ച് ക്വസ്റ്റ്യൻസേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് മാർക്കൊക്കെ കമൻറ്റ് ചെയ്യുക, നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക്